കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് പരിഷ്കാരത്തിൽ റെയിൽവേയോട് ഹൈക്കോടതി വിശദീകരണം തേടി. അശാസ്ത്രീയമായ പരിഷ്കാരമെന്ന് ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ ലക്ഷ്മണൻ നൽകിയ റിട്ട് ഹർജിയിലാണ് നോട്ടീസ്. കേസ് 27-ന് വീണ്ടും പരിഗണിക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരുക്കിയ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കടുത്ത വിമർശനം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത് നിയമയുദ്ധവുമായി മാറിയിരിക്കുകയാണ്. ട്രേഡ് യൂണിയനുകളുമായി ആലോചിക്കാതെ നിയമവിരുദ്ധമായും തൊഴിലാളി താൽപര്യത്തിന് വിരുദ്ധമായും റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷകൾക്ക് പുതിയ പാർക്കിംഗ് പരിഷ്കരണം ഏർപ്പെടുത്തിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ HMS കണ്ണൂർ ജില്ലാ സെക്രട്ടറി എൻ ലക്ഷ്മണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് VR അരുൺ റെയിൽവേക്ക് നോട്ടീസ് നൽകി. കേസ് വീണ്ടും ഈ മാസം 27-ന് കോടതി പരിഗണിക്കും. പരിഷ്കരണം ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് എൻ ലക്ഷ്മണൻ പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. നമ്മുടെ മേഖലയിലെ ട്രേഡ് യൂണിയനുകളുമായി ആലോചിക്കാതെ റെയിൽവേ അധികാരികൾ ഏകപക്ഷീയമായി എടുത്തിട്ടുള്ള പരിഷ്കാരമാണ്. അപ്പോൾ ഇതുവരെ അവിടെ പാർക്കിംഗ് ഫീസൊന്നും വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ വെക്കാനുള്ള ഓട്ടോറിക്ഷകൾക്ക് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ വെക്കാൻ താല്പര്യമുള്ള മുഴുവൻ ഓട്ടോറിക്ഷകൾക്കും അവിടെ വെച്ചിട്ട് സർവീസ് നടത്താം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള തീരുമാനവും ഇതുവരെ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യവും. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിലെ ട്രേഡ് യൂണിയനുകളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ടായിരുന്നു. അത് ചെയ്തില്ല. അത് ഏകാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയല്ലേ? ഇന്ത്യയിലുള്ള ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു പരിഷ്കാരമോ പുതിയ തീരുമാനമോ എടുക്കുമ്പോൾ അതിനു മുമ്പായി ആ മേഖലയിലെ ട്രേഡ് യൂണിയനുകളുമായി ആലോചിക്കുക എന്നുള്ള സാമാന്യ മര്യാദ റെയിൽവേ കാണിച്ചില്ല. നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചു. റെയിൽവേക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇക്കാര്യത്തിൽ റെയിൽവേയോട് സത്യവാങ്മൂലം നൽകാൻ, അതായത് ഇതിൻ്റെ കാര്യത്തിൽ റെയിൽവേ സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകപക്ഷീയമായാണ് ഇവിടെ പരിഷ്കരണം നടപ്പാക്കാൻ റെയിൽവേ തീരുമാനിച്ചതെന്നും ലക്ഷ്മണൻ ആരോപിച്ചു. നിയമപോരാട്ടം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.